ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സിമ്പിൾ ഡെക്കറേഷൻ നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു 1 kg കേക്കാണ്. കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. കുറച്ച് ക്രീം ഒരു 1.5 ടേബിൾ സ്പൂൺ ക്രീമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് 2-3 ഡ്രോപ്പ് നേവി ബ്ലൂ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലം കട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഫോണ്ടൻറ്റ് കട്ടർ ഉണ്ടല്ലോ, കേക്കിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കണം. ഇതുപോലെ കേക്കിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ 4 സൈഡിലും ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പൂവിൻ്റെ ആകൃതിയിൽ കിട്ടും. ഇതുപോലെ കേക്കിൽ ഇങ്ങനെ ഒരു പൂവിൻ്റെ ആകൃതി കിട്ടും. മുകൾ ഭാഗത്ത് 5 ഫ്ലവറും പിന്നെ താഴെ ഭാഗത്ത് ഇതുപോലെ ഇടവിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിലൂടെ ഒരു 3 ഇതളായിട്ടുള്ള ഫ്ലവറും ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലുള്ള സിമ്പിൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, ബ്ലൂ കളർ ചേർത്തിട്ടുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയെടുത്ത് അതുകൊണ്ട് ഇതുപോലെ ഈ അടയാളപ്പെടുത്തിയെടുത്ത ഭാഗത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഫ്ലവർ മുഴുവനായി വരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലും ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. അതുപോലെ നമുക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഓരോ ഫ്ലവറും ചെയ്തെടുക്കാം കേട്ടോ. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവറിനൊക്കെ ഓരോ സ്റ്റെമ്പ് പോലെ സെയിം കളർ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് കളർ ക്രീം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നടുഭാഗത്തായിട്ട്. അങ്ങനെ ഈ കേക്കിൽ മുഴുവൻ ഫ്ലവേഴ്സിലും ചെയ്തെടുത്തു. അവസാനമായിട്ട് ഞാൻ കേക്കിൽ പേര് എഴുതിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ ആ ബ്ലൂ കളർ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് പേര് എഴുതിയെടുത്തു. അങ്ങനെ ഈ കേക്ക് ഞാനിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.